ചേച്ചി കരഞ്ഞുകൊണ്ട് വന്നിട്ടും പറഞ്ഞ് എൻ്റെ അച്ഛാ പള്ളിയുടെ കിടപ്പ് കണ്ട പള്ളിയിൽ നിന്ന് നമ്മുടെ മധ്യസ്ഥ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. അവർ പറയുകയാണ് അവർക്ക് ആ പള്ളിയെ കണ്ടപ്പോൾ തോന്നി ഇവിടുത്തെ മധ്യസ്ഥ ഇവിടുന്ന് ഇറങ്ങിപ്പോയെന്ന്. അപ്പോൾ ഞാനത് വളരെ സീരിയസ് ആയിട്ട് എടുത്തത്. കാരണം ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്ന ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, വിജ്ഞാനികളിലും വിവേകമതികളിൽ നിന്നും മറച്ചു വെക്കുമെന്നും പറഞ്ഞിട്ടില്ലേ. മത്തായിയുടെ സുവിശേഷം 11:25 യേശു ഉദ്ഘോഷിച്ചു സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ നീ ഇക്കാര്യം മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അപ്പൊ സഭയിൽ ഒത്തിരിയേറെ പഠിച്ച ഡോക്ടർമാരൊക്കെ ഉണ്ട്, പഠിക്കാത്തവരാരും സഭയിലില്ല. സെക്കുലർ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം സഭയുടെ വിദ്യാഭ്യാസം കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. എല്ലാ ദിവസവും പഠിക്കുകയും ചെയ്യും. അപ്പോൾ വിജ്ഞാനികൾ ഉണ്ടാത്തതുകൊണ്ട് വിവേകമതികളുമുണ്ട്. പക്ഷേ മധ്യസ്ഥ ഇറങ്ങിപ്പോയത് ഞങ്ങളോട് ആരും പറഞ്ഞില്ലേ. അരിവെച്ച് ചോറ് തന്നെ ചേച്ചി പള്ളിക്കറിയപ്പോൾ ചേച്ചിയോട് പറഞ്ഞ് മധ്യസ്ഥ ഇറങ്ങിപ്പോയി കേട്ടാ. അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം തോന്നി. ആ സങ്കടം അവർ കൊച്ചോണ്ട് ഇരുന്ന് പറഞ്ഞു, അച്ഛാ പള്ളിയിൽ നിന്ന് മധ്യസ്ഥ ഇറങ്ങിപ്പോയി. അപ്പോൾ ചോദിച്ചും പറഞ്ഞ് ശരിയാണ് ചേച്ചി, എനിക്കും തോന്നിയെന്ന് പറഞ്ഞു. ആ ശരിയാ. ആ കൊച്ചമ്മന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ദൈവചൈതന്യം ഇറങ്ങിപ്പോണതൊക്കെ പുതിയ കാര്യമല്ല, ബൈബിളിൽ പഴയ മൂലം ഉള്ളതാണ്. ഇപ്പം ദൈവചൈതന്യം ലോസ് ചെയ്തെന്ന് പറയുന്നത്. അപ്പം എന്താണ്, എന്തെങ്കിലും ലോസ് ചെയ്താൽ പിന്നെ അതിനെ തിരിച്ചു പിടിക്കാൻ എന്താ മാർഗം? ഇടക്കാരെ മൊത്തം വിളിച്ചു കൂട്ടണം. എന്നിട്ട് എന്ത് ചെയ്യണം? അവൻ പറയണ പോലെ ചെയ്യണം. അപ്പോൾ പോയ ചൈതന്യം തിരിച്ചു വരും. നമ്മുടെ വീട്ടിൽ നിന്ന് ചൈതന്യം പോയാൽ എന്ത് ചെയ്യും? അതും സൊല്യൂഷൻ അത്രയേ ഉള്ളൂ. വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കൃപയുടെ വീഞ്ഞില്ല, ചൈതന്യത്തിൻ്റെ വീഞ്ഞില്ല, സമാധാനത്തിൻ്റെ വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, അവൻ പറയണ പോലെ ചെയ്യുക. വ്യക്തിയുടെ സമാധാനം നഷ്ടപ്പെട്ട് പറഞ്ഞാലും വ്യക്തി ചെയ്യേണ്ടത് എന്താ? അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. അവൻ പറഞ്ഞ പോലെ ചെയ്തോളാം എന്ന് അമ്മയുടെ മധ്യസ്ഥത്തിൽ പറയുന്നതാണ് കൃപാസനം മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.